സ്ട്രെസ്സ് നമ്മുടെ മനസ്സിനെ എങ്ങനെയാണ് കബളിപ്പിക്കുന്നത് എന്ന് പറയാം. ഞാനൊരു ചെറിയ കാര്യം ചോദിക്കട്ടെ. നിങ്ങളൊരാളെ ഫോൺ ചെയ്തു, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്തു, പെട്ടെന്ന് മറുപടി കിട്ടിയില്ല. ഫോൺ ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഒന്നും അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ഓരോ കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങും. എന്നോട് ദേഷ്യമായിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, ഇനി അയാൾ എന്നോട് ഒരിക്കലും സംസാരിക്കാതിരിക്കുമോ? പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ ഒരു മീറ്റിങ്ങിലായിരിക്കാം, ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുകയായിരിക്കാം, അല്ലെങ്കിൽ ഫോൺ സൈലൻറ്റിലായിരിക്കാം. യഥാർത്ഥത്തിൽ സംഭവം ഒന്നാണ്, പക്ഷേ നമ്മുടെ മനസ്സ് അതിന് നൽകുന്ന അർത്ഥം മറ്റൊന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ലോങ് ടേം അല്ലെങ്കിൽ ദീർഘകാലം സ്ട്രെസ്സിലോ ആങ്സൈറ്റിയിലോ ഒക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ സുരക്ഷിതമാണോ അല്ലെങ്കിൽ സേഫാണോ എന്ന് അന്വേഷിക്കുന്നതിനേക്കാൾ അപകടമുണ്ടോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ആരെങ്കിലും മുഖം ഒന്ന് ഗൗരവമായിട്ട് പിടിച്ചാൽ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എന്നാ തോന്നുന്നത്, അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയൊക്കെ കുറച്ച് സമയം മിണ്ടാതിരുന്നാൽ എന്തോ തെറ്റിദ്ധാരണയുണ്ട്, എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. ഓഫീസിൽ നിന്ന് ബോസ് ഒന്ന് വിളിക്കുമ്പോഴേക്കും എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിയിട്ടുണ്ടാവോ എന്ന് മനസ്സ് ചിന്തിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് സംഭവങ്ങളെ നമ്മളെ വിഷമിപ്പിക്കുന്നതിനേക്കാൾ ആ സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന കഥകളാണ് നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ചെറിയ എക്സസൈസ് ചെയ്യാമോ? അടുത്ത തവണ ഒരു നെഗറ്റീവായിട്ടുള്ള ഇതുപോലെ ഒരു സാഹചര്യം ചിന്ത വന്നാൽ ഉടനെ അതങ്ങ് വിശ്വസിക്കരുത്. പകരം നിങ്ങളോട് തന്നെ 3 ചോദ്യങ്ങൾ ചോദിക്കൂ. ഇതിന് വ്യക്തമായിട്ടുള്ള തെളിവുണ്ടോ? ഇതിന് വേറെ എന്തെങ്കിലും ഒരു വിശദീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇതേ കാര്യം തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ് സംഭവിച്ചതെങ്കിൽ ഞാൻ എന്തു പറയുമായിരുന്നു? എന്നിങ്ങനെ ഈ 3 ചോദ്യങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. കാരണം നമ്മൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യമായിരിക്കണമെന്നില്ലെന്നേ. ഓർക്കൂ, സ്ട്രെസ്സ് നമ്മുടെ കണ്ണുകളെയല്ല മാറ്റുന്നത്, ലോകത്തെ കാണുന്ന നമ്മുടെ കാഴ്ചപ്പാടിനെയാണ് ചിലപ്പോൾ നമ്മളെ മാറ്റുന്നത്. അതിനാൽ ഓരോ ചിന്തയെയും വിശ്വസിക്കുന്നതിന് മുൻപ് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് പഠിക്കൂ. മാനസികാരോഗ്യത്തിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ് ഇത്. ഞാൻ പ്രിയ പോൾസൺ, സൈക്കോളജിക്കൽ കൗൺസിലറും ലൈഫ് കോച്ചുമാണ്. മനസ്സിനെ മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം, അല്ലെങ്കിലോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഉപകാരപ്പെട്ടേക്കാം. അവരിലേക്കും ഇത് ഷെയർ ചെയ്യണേ. നിങ്ങൾക്ക് ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ യോജിക്കുന്നുവെങ്കിൽ കമൻറ്റിൽ അതേ എന്നോ യെസ് എന്നോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. അടുത്ത എപ്പിസോഡിൽ സ്ട്രെസ്സ് നമ്മുടെ ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. താങ്ക്